ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ. നമ്മൾ മലേഷ്യക്കാണ് പോണത്. സോ നമുക്ക് ഇപ്രാവശ്യം ഫ്ലൈറ്റ് ഉള്ളത് കൊച്ചിൻ എയർപോർട്ടിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ സഞ്ചാരി ബൈ ഷെഫ് പിള്ളേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ്. ആൻഡ് ഇവിടെ വന്നപ്പം കുറച്ചധികം ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. അവിടുത്തെ ഏതൊക്കെയാണ് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് ചോദിച്ചിട്ട് അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിതാ ചെക്കിന് പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചിൻ എയർപോർട്ടിൽ ഞാൻ വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമാണ് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ തവണയും കാലിക്കറ്റിൽ നിന്നാണ് കേട്ടോ പോകാറുള്ളത്. ഫൈനലി നമ്മൾ മലേഷ്യയിലുള്ള കൊലാലംപൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ സിം എടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. സിം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമുക്ക് എന്തെങ്കിലും ലൊക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കണമെങ്കിൽ നമുക്ക് സിം എടുക്കണമല്ലോ. ഒറ്റ സിം മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ ചെയ്തത്. എവിടെ പോയാലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എല്ലാവർക്കും ഒന്നും സിം എടുക്കാറില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ലങ്കാവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിലേക്കാണ് കേട്ടോ. ഞങ്ങൾ 5:50 തന്നെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇനി 12 മണിക്കാണ് ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ അത്രയും നേരം ഈ ഒരു എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യണം കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും ഉറങ്ങാണ്ട് ഭയങ്കര തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ട്രോളി എടുത്ത് ഐറുനി ഉന്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ള നടത്താണ് കേട്ടോ. പിന്നെ ഈ കോലാലംപൂർ എയർപോർട്ട് ഭയങ്കര വലുതാണ്. നടന്നിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ആണെങ്കിൽ ബഗി സർവീസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നടന്ന് തന്നെ പോകണം. നമ്മളെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം എയർപോർട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയിട്ടാണ് നമ്മൾ ഫുഡ് ഡിസൈഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൻ്റെ സ്ഥലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലങ്കാവിക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് കോലാലംപൂരിൽ നിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിക്കുന്നത്. ടെർമിനലിനുള്ളിൽ തന്നെയാണ്, കുറച്ച് നടക്കാനുണ്ട്. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഒട്ടും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഫൈനലി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അവിടുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഫിയും അതേപോലെ അവരുടെ ഫേമസ് ആയിട്ടുള്ള നാസി ലമാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ താഴത്തെ എഴുതി കൊടുക്കാം കേട്ടോ. ഇത് മലേഷ്യത്തെ നാഷണൽ ഡിഷാണ് കേട്ടോ. അവിടെ എല്ലാവരും അത് എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഇവിടുത്തെ നാഷണൽ ഡിഷാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. കഴിച്ച് വന്നപ്പോഴത്തേക്കും ഏകദേശം നമ്മളുടെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. റൈസും എഗ്ഗൊക്കെ ആയിട്ട് നല്ലൊരു ചോറും നമ്മളെ കറിയൊക്കെ കൂട്ടുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോഫി ഒട്ടും തന്നെ കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മിൽക്ക് കോഫി ഓർഡർ ചെയ്തത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്രസ്സോ കുടിക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. അത്രയും കടുപ്പത്തിലായിരുന്നു കാപ്പി ഉണ്ടായിരുന്നത്. പക്ഷെ നല്ല വിശപ്പുള്ളത് കാരണം എങ്ങനെയോ അത് അങ്ങോട്ട് കുടിച്ചു കേട്ടോ. ഈ നാസി ലമാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഷ് ഞങ്ങൾ 2-3 സ്ഥലത്തും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും ഓരോ ടേസ്റ്റാണ്. പക്ഷേ നമ്മളെ ഫുഡായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുഡ് കോർട്ടിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേ പ്ലേസ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും മലേഷ്യ എയർപോർട്ട് കറങ്ങാനായിട്ട് ഇത് ഇറങ്ങുകയാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് അത്രയും ടൈം ഉണ്ടായിരുന്നു. വെറുതെ എവിടെയെങ്കിലും പോയി ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഫുള്ള് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലോഞ്ച് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിലും 2 കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റി. എയർപോർട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിന് ചുറ്റും നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ 12 മണിക്കാണ് ഇനി ഫ്ലൈറ്റ്. ഇപ്പം ഏകദേശം സമയം 7 മണി ആയിട്ടേ ഉള്ളൂ. കുറേ സമയമുള്ളതുകൊണ്ട് നമുക്ക് എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ എയർപോർട്ട് കാണാനായിട്ട്. പിന്നെ അത് മാത്രമല്ല നല്ല വലിയ എയർപോർട്ടാണ് കേട്ടോ. കുറേ സ്ഥലം ഇങ്ങനെ നടന്ന് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, കാണാൻ വേണ്ടി പറ്റും നമുക്ക് മുകളിൽ നിന്ന്. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. എയർ ഏഷ്യൻ്റെ ഫ്ലൈറ്റ്സൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടിരിക്കും, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനപ്പുറത്ത് തന്നെ എയർ ഏഷ്യൻ്റെ ഓഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. അവിടെയാണെങ്കിൽ ഇതേപോലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ്സ് എടുക്കുന്ന ഒരുപാട് പേരുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ നമ്മളെ സ്ഥലത്തേക്ക് പോകാം എന്ന് വിചാരിച്ചു. ഗേറ്റിന് എവിടെയാണെന്ന് അറിയില്ല, നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണം. ആൻഡ് കുറേ നടക്കാനുള്ളതുകൊണ്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയിരിക്കാമെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ
നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് ലോഞ്ച് ആക്സസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാമല്ലോ എന്ന്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അച്ഛനമ്മയ്ക്ക് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കയറി. ഇനി നമ്മൾ നേരെ ലങ്കാവിക്കാണ് കേട്ടോ പോണത്. ലങ്കാവിക്ക് ആകെ 1 മണിക്കൂറേ ഉള്ളൂ ട്രാവൽ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ എത്തിയിട്ടോ. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ലങ്കാവി എത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഫ്ലൈറ്റ് കയറി ഉടനെ തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഗൈഡ് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളെ പേരൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാം. കാറല്ല കേട്ടോ, ആക്ച്വലി വാനാണ്. ഞങ്ങൾ 7 പേരാണ് വരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ 2 ഫ്രണ്ട്സിന് ദുബായിൽ വാർ നടക്കായതുകൊണ്ട് തന്നെ വരാനായിട്ട് പറ്റിയില്ല. അവരുടെ ഫ്ലൈറ്റ്സൊക്കെ ക്യാൻസലായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ മാത്രമുള്ളത്. നമ്മൾ 5 പേര് മാത്രമായി പോയത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 7 പേര് വരേണ്ട ഒരു പരിപാടിയല്ല, ലൈക്ക് ഒരു ട്രാവലായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെഹിക്കിളൊക്കെ ഭയങ്കര വലുതായിരുന്നേ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഈവനിങ് ഏകദേശം 7:15 നല്ല വെളിച്ചമാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല 7:15 ഈവനിങ് ആയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ വിചാരിച്ചൊരു 3 മണി 3:30 ആയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ ഉറങ്ങി എണീറ്റപ്പം. പക്ഷേ സമയം ഏകദേശം 7:15. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നടന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എവിടേക്കാണ് ഫുഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം വിചാരിച്ചിട്ടാണ്. നല്ലതാണോന്നൊന്നും അറിയില്ല, ജസ്റ്റ് നടന്ന് നോക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നിന്ന് കഴിക്കാമെന്നാണ് കേട്ടോ അപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാണ് കേട്ടോ. നല്ല ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യണ്ടായിരുന്നു, ജസ്റ്റ് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും പിന്നെ എടുക്കാണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഫോൺ ഓഫ് ആയി. ഈവനിങ് ആയതുകൊണ്ട് തന്നെ നടക്കാനൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ നടക്കാനായിട്ട് ആ സ്ട്രീറ്റിൽ കൂടെ. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേപോലെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളെ നാട്ടിൽ കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നടക്കാൻ അടിപൊളിയായിരുന്നു. നല്ല സ്ട്രീറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾക്കിങ്ങനെ വാക്ക് വ്യൂ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള സ്ട്രീറ്റ് ആയിരുന്നു. പിന്നെ ലങ്കാവിയിൽ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം റഷ് ഒന്നുമില്ല കേട്ടോ. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ കോലാലംപൂരിലുള്ള ഡ്രൈവറും പറഞ്ഞു ഭയങ്കര അടിപൊളി ഭയങ്കര പീസ്ഫുള്ളായി നമുക്ക് പോയി വരാൻ പറ്റുന്നൊരു സ്ഥലമാണെന്നുള്ളത്. സാധാരണ ടൂർ പാക്കേജസിലൊന്നും തന്നെ ലങ്കാവി ആഡ് ചെയ്യാറില്ല എന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. കൂടുതലും കോലാലംപൂർ മാത്രമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടാണ് ലങ്കാവി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐലൻഡും കൂടി കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ലങ്കാവിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തത് കേട്ടോ. ഇവിടെ തായ് ഫുഡൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലുള്ള ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് തായ് ഫുഡ് ട്രൈ ചെയ്ത് നോക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾ അതും കൂടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം കുട്ടി ഷോപ്സാണ് കേട്ടോ. വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട്, പക്ഷേ കുട്ടി കുറേ ഷോപ്പുകളുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെങ്കിലും കയറണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. എപ്പോഴും നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്കും ഇന്ത്യൻ ഫുഡിനോട് അത്ര താല്പര്യമില്ല. പ്രത്യേകിച്ച് നോർത്ത് ഫുഡിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അല്ലാണ്ടുള്ള സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാനാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം റൂട്ടിലെത്തിയിട്ടുണ്ട് നടന്നിട്ട്. പിന്നെ ഇപ്പോൾ റമദാൻ മന്ത് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒട്ടും തിരക്കില്ല കേട്ടോ. ഭയങ്കര കാലിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും റഷൊന്നും ഫീൽ ചെയ്യില്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് റിലാക്സ് ചെയ്ത് നടക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഗൈഡ് പറഞ്ഞിരിക്കുന്നത് ഇത് ആക്ച്വലി റമദാൻ മന്ത് ആയതുകൊണ്ടാണ് ഇത്രയും ലൈക്ക് എന്താ പറയുക ആൾക്കാരില്ലാണ്ട് കാണുന്നതെന്ന്. ഞങ്ങളെ ഗൈഡാണെങ്കിൽ ഒരു മുസ്ലിമാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ നമ്മളെ 5 o'clock ആയപ്പോൾ തന്നെ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പുറത്തിറങ്ങാം എന്ന് വിചാരിച്ചത്. കുറേ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടെങ്കിലും കൂടി വൃത്തീൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു തമിഴ് റെസ്റ്റോറൻറ്റിന് ഈ ഒരു വിരുന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ ഹോട്ടലിലെത്തിയപ്പം ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് റൂമിൽ പോയി കിടന്നുറങ്ങാമെന്നൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ.